സ്പഞ്ച് ആയിട്ട് നല്ല ഇഡ്ഡലി ദോശന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. വെറും റേഷനരി മാത്രം മതിട്ടോ ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇതുപോലെ സ്പഞ്ച് ആകാൻ വേണ്ടിയിട്ട് ഉഴുന്നോ ഈസ്റ്റോ ഒന്നും തന്നെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. വളരെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെ വീട്ടിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ഐസസ് വേർഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷാഹിദ. ഇന്ന് വന്നിട്ടുള്ളത് വളരെ നമ്മളൊക്കെ വീട്ടിൽ റേഷനരി ഒക്കെ ഉണ്ടായിരിക്കൂലേ, അപ്പം അത് വെച്ചിട്ട് നല്ല ഇഡ്ഡലി ദോശൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്പഞ്ചി ആയിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾക്ക് ഇതിലേക്ക് ഉഴുന്നോ അതുപോലെ തന്നെ ഈസ്റ്റോ ഒരു സംഭവം നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഒന്ന് രണ്ട് ഈ കാര്യങ്ങളും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. അത് നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പം നമ്മൾ എങ്ങനെ നോക്കിയാലോ ഇൻഷാല്ലാ നമുക്ക് എങ്ങനെയാണ് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. റെസിപ്പിയിലോട്ട് പോകുന്ന മുന്നേറ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കയറി കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് കയറി കാണുന്നവരായിരിക്കും. അപ്പൊ എൻ്റെ ഒരു റെസിപ്പി എൻ്റെ ഒരു വീഡിയോസും എൻ്റെ ടോപ്പിക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു വരുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ചാനൽ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം തന്നെ നിങ്ങൾ ആ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പൊ ദാ ഇതുപോലെ നമ്മൾ റേഷനരി എടുത്തിട്ടുള്ളത് ഞാനിപ്പോ ദാ ഒരു കപ്പ് അരി, വീണ്ടും ഒരു 1/4 കപ്പ് അരി കൂടി, അപ്പൊ 1/4 കപ്പ് റേഷനരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3/4 കപ്പ് അളവിൽ പച്ചരി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെച്ചാൽ ഒരു 2-3 കുറച്ച് ഒരു 1/4 സ്പൂൺ അളവിൽ ഇതുണ്ടല്ലോ ഉലുവ അത് ചേർത്ത് കൊടുക്കാം. എനിക്ക് അതിന്റെ ചുവ ഇവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാച്ചാൽ നന്നായിട്ട് സോക്കാക്കി വെക്കാം. ഒരു 3 മണിക്കൂർ തന്നെ ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാൽ വൈകുന്നേരം ടൈം ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്ച്ചാൽ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ എന്താ രാത്രിയാണ് ഇപ്പൊ ഞാൻ അരച്ചെടുക്കുന്നത്. ഏകദേശം വൈകുന്നേരം ഒരു മഗ്‌രിബൊക്കെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ ടൈമിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മള് തലേ ദിവസം ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് രാത്രി അരച്ചെടുക്കുക. പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മളെ സ്പഞ്ച് ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയി കിട്ടുക. അപ്പൊ അതാ നന്നായിട്ട് വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 3/4 കപ്പ് തേങ്ങ ചിരവിയത്, പിന്നെ ഒരു 1/2 കപ്പ് നമ്മളെ ഇതുണ്ടല്ലോ എന്താ പറയാ അവല് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത കേട്ടോ ആ ഭാഗത്ത് കാണുന്നത്. അപ്പൊ നമ്മളിതാ ഈ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അതുപോലെ വെള്ളം പാർന്നിട്ട് അരച്ചെടുത്താൽ നന്നായിട്ട് അരച്ച് കിട്ടില്ല. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇതാ ഇതുപോലെ പുട്ടിന്റെ പരുവത്തിലൊന്ന് പൊടിച്ചെടുക്കുക. ശേഷം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് കുറഞ്ഞ വെള്ളത്തെ, അപ്പൊ നമ്മൾ വെള്ളം കൊടുക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ ചൂടുള്ള വെള്ളം വേണം നമ്മൾ ഇതിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ചൂടിൽ ഞാൻ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പൊ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല ചെറിയ ചൂടിൽ അരച്ചെടുക്കുമ്പോഴാണ് നമ്മളെ മാവ് നന്നായിട്ട് പൊന്തി വരിക. പിന്നെ ഈ രാവിലും തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ ഒരു നികത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ഒരു ഇതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. അന്നൊരു ലൂസ് ആവരുത്. പക്ഷെ നമ്മൾ ചാക്കേരി ആയതിനു കൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം വേണ്ടി വരും കേട്ടോ. അപ്പൊ ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് കട്ടിയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. അതായത് കുറച്ചുകൂടി വെള്ളം. അപ്പൊ ഈ ഒരു വെള്ളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ അരിന്റെയും ആ ഒരു ഇതനുസരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഇനി കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് അറിയാലോ ദോശയുടെ മാവ് നമ്മൾ എങ്ങനെ ഇരിക്കേണ്ടത് ആ ഒരു രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ തോർത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഓട്ടപാത്രത്തിൽ തോർത്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം അരി ഒന്ന് നമ്മളെ പുട്ടിന്റെ പരുവത്തിലാക്കിയതിന് ശേഷം വേണം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാകുമ്പോൾ നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അതിലേക്ക് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുമ്പോൾ അതാ ഈ ഒരു തിക്കായിട്ട് അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം, നമ്മൾ 2ാം ട്രിപ്പ് ഇത്തിരി കൂടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എന്താ ഒരു 3 ട്രിപ്പ് ആക്കിയിട്ടാണ് അരച്ചെടുത്തത്. അപ്പൊ ഈ ഒരു ഇതിലാണ് ഇപ്പൊ ഞാൻ 2ാമത്തത് അരച്ചെടുത്തത്. അപ്പൊ വെള്ളം ചേർത്ത് കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മറന്നു പോകരുത്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ചൂട് വേണ്ട, തിളക്കും വേണ്ട, എന്നാൽ തിളക്കാനാവാത്തൊരു വെള്ളം ഉണ്ടല്ലോ, കുറച്ച് ചൂടായിട്ടുള്ള വെള്ളം, അത്യാവശ്യം ചൂടുള്ള വെള്ളം, നമ്മൾ കൈ വെച്ചാൽ പൊള്ളരുത്. അങ്ങനെ ഒരു ചൂടുള്ള വെള്ളം വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പൊ 2 ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. 3ാമത്തിൽ ഞാൻ എന്താ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതാ ഈ ഒരു ഇതിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ വെള്ളത്തിന്റെ അളവ് നമ്മൾ റെഡിയാക്കി എടുക്കണം. ആ ഒരു ഇതാണ് ഇതിന് നല്ലൊരു പാകമായി കിട്ടുക. അപ്പൊ നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോൾ നന്നായിട്ട് തന്നെ പൊന്തി വരും കേട്ടോ.
അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന അളവിനും ഇതിനനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അതും തന്നെ തിളച്ച വെള്ളം വേണ്ട, ചൂടുള്ള വെള്ളം ചേർത്തിട്ട് അതിന്റെ മേലെ നമ്മളെ മാവ് ഇറക്കി വെച്ചിട്ട് ഇതിന്റെ മേലെ എന്തെങ്കിലും കനത്തിൽ എന്തെങ്കിലും വെച്ചു കൊടുക്കുക കേട്ടോ. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ പാത്രം മേലെ തന്നെ ഞാനിപ്പോ ഒരു കനം വെച്ച് കൊടുത്തിട്ടാണ് ഇപ്പൊ അത് അങ്ങനെ നിന്നത്. അല്ലെങ്കിൽ ഇതിലേക്ക് ഒലിച്ച് നമ്മളെ വെള്ളത്തിലോട്ട് തന്നെ ഇറങ്ങും കേട്ടോ. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ ഒരു പാകത്തിന്റെ അളവ് തന്നെയാട്ടോ. അപ്പൊ ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കുക, നേരെ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക. അത് ചെറിയ ഇളം ചൂടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ചട്നി നമുക്ക് എല്ലാവർക്കും അറിയാം, തേങ്ങ. അപ്പൊ ഞാൻ തേങ്ങ ചിരവാൻ മടിച്ചിട്ട് ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഞാൻ ക്രഷ് ആക്കിയിട്ട് ഇതുപോലെ കവറിൽ വെച്ച് കൊടുക്കാം കേട്ടോ, ഫ്രിഡ്ജിൽ. അപ്പൊ നമുക്ക് ആവശ്യത്തിന് എടുക്കും ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോ 2 പച്ചമുളകും കുറച്ച് ചെറിയുള്ളിയും ചെറിയൊരു ഇഞ്ചി കഷ്ണം കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചട്നി നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പൊ അതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ചട്നി നമുക്ക് നല്ല കുറുന്നനായിട്ട് ഇരിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുക് ഒന്ന് പൊട്ടിച്ചിട്ട് കുറച്ച് കറിവേപ്പിന്റെ ഇല ഇട്ട് കൊടുത്താൽ നമ്മൾ ചട്നി ഇവിടെ റെഡി ആയിട്ടോ. അപ്പൊ കറി നമ്മൾ ഫസ്റ്റ് തന്നെ ആക്കിയാൽ ആദ്യം വരുന്നവർക്കൊക്കെ പിന്നെ ദോശ കഴിക്കണമെങ്കിൽ നമുക്ക് ദോശയും ചുട്ടു കൊടുക്കാം. കറി ആയാൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ, കടി ആവുന്നതനുസരിച്ച് ആവശ്യമുള്ളവർക്കൊക്കെ കഴിച്ചു പോകാമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കറിയാണ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പൊ ആ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഒരുപാട് തിളക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ചട്ടി എപ്പോഴും ചൂടൊന്ന് പാകാക്കി കൊടുക്കണം. അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കുക. അപ്പം ആ ഒരു ചട്ടിയുടെ ചൂടൊന്ന് പാകമായി കിട്ടിക്കോളൂ കേട്ടോ. നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. പരത്തി കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെ ആവും, കാരണം നല്ലൊരു സോഫ്റ്റ് ആണ് ഈ ഒരു ദോശക്ക് കേട്ടോ. അപ്പൊ നിങ്ങൾ പരത്തണ ടൈമിൽ സാവകാശം വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ ദോശയൊക്കെ ചുട്ടെടുക്കണ പോലെ തന്നെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ അത്തിരി നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വളരെ സോഫ്റ്റ് ആയിട്ട് ഈ ഒരു ദോശക്ക്. ഇഡ്ഡലി ആണെങ്കിൽ നല്ലൊരു സ്പഞ്ചുമാണ്, ആ ഒരു രീതിയിൽ ചെയ്യാം. ഇപ്പൊ രണ്ടിനും കുഴപ്പമില്ല. അപ്പൊ ചില വീട്ടിലൊക്കെ ദോശയാണ് ചിലർക്ക് ഇഷ്ടപ്പെടുക, ചിലർക്ക് എന്താ പറയാ ഇഡ്ഡലി ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ മക്കൾക്ക് ഇഡ്ഡലിയാണ് ഇഷ്ടം. അപ്പൊ ഇപ്പാക്ക് ദോശയാണ് ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പൊ ഇപ്പാക്ക് ദോശയാണ്. അപ്പൊ ഓരോ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും അല്ലെ. അപ്പൊ ഞാൻ എന്താ ഇവിടെ ഒരു ഭാഗം ആയിട്ട് മറുഭാഗം ഒന്ന് എന്താ പറയാ ഒന്ന് മൊരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പൊ അതവിടെ ഫസ്റ്റ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശ ചുടുന്ന ടൈമിൽ ആ വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കണം. കാരണം ആ നല്ലൊരു ചൂടായിരിക്കും കേട്ടോ ദോശക്ക്, അല്ല ചട്ടിക്ക് നല്ല ചൂടായിരിക്കും. ആ ചൂടിൽ തന്നെ നമ്മളെ ദോശമാവ് ഒഴിച്ചു കൊടുത്താൽ ദോശ ചിലപ്പോൾ ചുറ്റിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും, വേഗം പൊട്ടിപ്പോകും കേട്ടോ. ഇനിയിപ്പോ ഞാനിത് അത് ചുട്ടെടുത്ത് നല്ല എന്താ പറയാ മൊരിഞ്ഞിക്കണ ദോശ ഉണ്ടല്ലോ, മൊരിഞ്ഞിരിക്കണാകുമ്പോൾ വളരെ ടേസ്റ്റ് അല്ലേ. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് കുറച്ച് നേരം സിമ്മാക്കി ഇട്ട് കൊടുത്താൽ ഇതുപോലെ ആയി കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പൊ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഓർക്കണം, നമ്മൾ ഇതിലേക്ക് ഉഴുന്നൊന്നും ചേർത്തില്ല. അപ്പൊ ചിലർക്കൊക്കെ ഉണ്ടാവും ഉഴുന്നൊന്നുമില്ല, പിന്നെ ഇപ്പൊ ദോശ ഉണ്ടാക്കാവുന്നില്ല. അപ്പൊ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, എന്തായാലും സക്സസ് ആവും കേട്ടോ. അപ്പൊ നമ്മള് കുറച്ച് ഇഡലിയും കൂടി ചുട്ടെടുക്കുന്നുണ്ട്. ഞാനിപ്പോ ഇഡലി തട്ടിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വെച്ചാല് നന്നായിട്ട് ആവി കയറട്ടെ നമ്മളെ ഇഡലി തട്ട്. ഞാനിപ്പോ വെള്ളമൊക്കെ പിന്നെ സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക, അതായത് ആ ബബിൾസ് ഒക്കെ ഒന്ന് പോയിട്ട് നമുക്ക് എന്താ പറയാ ഒന്ന് ആവാൻ വേണ്ടിട്ടോ. ഇനിയിപ്പോ ഇതവിടെ ഒന്ന് കടന്ന് വെന്ത് വരട്ടെ. അപ്പൊ നമ്മളെ ദോശ നല്ല സ്പഞ്ചായിട്ട് ഞാൻ 2 വിധത്തിലും ചെയ്തിട്ടുണ്ട്. നല്ല മൊരിഞ്ഞിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്, അല്ലാതെയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക. നമ്മള് ആ ടൈമൊക്കെ ആയിട്ടുണ്ട്, ഏകദേശം ഇപ്പൊ ഒരു 20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മള് ഇഡലി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, ഒന്ന് വെന്തിട്ടുണ്ടോ നോക്കുകയാണ്. അപ്പൊ ഇവിടെ ഇഡലി നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ചൂടാറിയതിനു ശേഷം മാത്രമേ ഇതിന്റെ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ ഈ ചൂടോട് കൂടി തന്നെ സ്പൂണട്ടൊക്കെ വെച്ച് കുത്തിയാൽ അത് ശരിയാവൂല കേട്ടോ. അപ്പം എന്താ വെച്ചാൽ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മളെ ദോശ നന്നായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഓരോന്നും ഇങ്ങനെ എടുക്കുകയാണ്. ഇനിയിപ്പോ എന്താ വെച്ചാല് സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് തട്ടി കൊടുത്താൽ തന്നെ ഇതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഉരുക്കിട്ടു കേട്ടോ.
അപ്പൊ നമ്മള് ഇഡലി നിങ്ങൾക്ക് അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് ഇഡലിന്റെ തണുപ്പ് ചൂടാറിയതിനു ശേഷം ഇതുപോലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ കിട്ടും ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയും നല്ലൊരു സ്പഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഉഴുന്നോ ഒന്നും ഇല്ലാതെയാണ് ഇതുപോലെ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് കൊടുക്കുക. അവലും തേങ്ങയും മാത്രം മതി നമ്മളെ ഈ ഒരു ഇഡലി ഇതുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിത് വെറുതെ കഴിക്കാവുന്ന ടേസ്റ്റ്, നമ്മൾ ഉഴുന്നൊക്കെ ചേർക്കുമ്പോൾ ചിലപ്പോൾ ഒരു പുളിപ്പൊക്കെ അനുഭവപ്പെടുമല്ലോ. അപ്പൊ അതൊന്നും ഈ ഒരു ഇതിനില്ല കേട്ടോ. വളരെ എന്താ പറയാ സ്പഞ്ചാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡിയാക്കി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നല്ല നല്ല വീഡിയോകളൊക്കെയാണ് ഞാൻ ഈ ചാനൽ കൊണ്ടുവരുന്നത്. ജനുവരി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊരു അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് ഒന്ന് പറയാം. അപ്പൊ നിങ്ങളൊരു അഭിപ്രായമൊക്കെ കിട്ടുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്, വല്ലാത്ത സന്തോഷം തന്നെ പറയാം കേട്ടോ. അപ്പൊ നമുക്ക് വേറെ വേറെ റെസിപ്പികളും അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളെ മുന്നിൽ എത്തിക്കാനും പറ്റും. ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു വീഡിയോ വരാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.